السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കുട്ടികളെ, റേഡിയോ മുഖേന ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഇതുവരെ ബഹുമാനപ്പെട്ട KPM ദാരുമി ഉസ്താദ് അവരുടെ ക്ലാസ് കേൾക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടെ ഉള്ള ദീർഘായുസ്സ് നൽകി, ദീനിലും ഒക്കെ നല്ല പരിവർത്തനങ്ങളൊക്കെ നൽകി, നല്ല ഇൽമ നൽകി, നാഫിയായ ഇൽമ നൽകി ബഹുമാനപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ലാസ്സിൽ ഇത്തരം ക്ലാസ്സുകളൊക്കെ എടുത്തു, റൂമിൽ ഇത്തരം ക്ലാസ്സുകളൊക്കെ എടുത്തു തന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഖുർആൻ പാരായണ പരിശീലനം. നാം കഴിഞ്ഞ ദിവസം സിഫത്തുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. അങ്ങനെ ഇസ്തിഅലാ എന്ന സിഫത്ത്, ഇതിന്റെ നേരെ ഇസ്തിഫാൽ, ഇതിനെ കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞു. ഇസ്തിഅലാഇന്റെ ഹർഫുകൾ, ഇസ്തിഅലാ എന്ന ആ സിഫത്തുള്ള ഹർഫുകൾ എന്ന അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങൾക്ക് ഇസ്തിഅലാ എന്ന സിഫത്താണുള്ളത്. അഥവാ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിന്റെ ശബ്ദം മുകളിലേക്ക് ഉയരുന്ന ഒരു അവസ്ഥ. അപ്പോ അതിന് അഥവാ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഇതിന്റെ ശബ്ദം മുകളിലേക്ക് ഉയരുന്ന ഒരവസ്ഥയാണ്. അതിൽ നാം പറഞ്ഞു, അതിലുള്ള 4 അക്ഷരം, ഈ ഇസ്തിഅലാ എന്ന സിഫത്തുള്ള അതിൽപ്പെട്ട 4 അക്ഷരത്തിന് ഇഖ്ബാഖ് എന്ന സിഫത്ത് കൂടിയുണ്ട്. അഥവാ ഇസ്തിഅലാ എന്ന സിഫത്തുള്ള അക്ഷരങ്ങളെ നമ്മൾ തഫ്ഖീമാക്കിയിട്ട് ഉച്ചരിക്കണം. തഫ്ഖീമാക്കുക എന്ന് പറഞ്ഞാൽ ആ ശബ്ദം വായിൽ ഇങ്ങനെ നിറഞ്ഞ് ഒരു ഉയർന്ന ശബ്ദം, അഥവാ മുഖം ഭാവത്തിലാക്കിയിട്ടുള്ള ഒരു ശബ്ദം. എന്നാൽ ഈ 4 അക്ഷരത്തിന് അതിനേക്കാൾ ഉയർന്ന ശബ്ദമാണ് ഇഖ്ബാഖ് എന്ന സിഫത്ത് ഉണ്ടാവുമ്പോൾ എന്നുകൂടി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇതല്ലാത്ത അക്ഷരങ്ങൾ, ഈ പറഞ്ഞ എന്ന അക്ഷരങ്ങൾ അല്ലാത്ത മറ്റ് അക്ഷരങ്ങൾ ഇസ്തിഫാൽ എന്ന സിഫത്താണുള്ളത്. അഥവാ ഇതിന്റെ നേരെ വിപരീതം, അഥവാ ആ ശബ്ദങ്ങൾ, ആ അക്ഷരത്തിന്റെ ശബ്ദങ്ങൾ വായിൽ നേരെ പുറത്തേക്ക് പോരുന്ന ഒരു ശബ്ദമായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ തഫ്സീം, അതിന്റെ ശബ്ദം ഫത്ഹും അതിനോടുകൂടെ അലിഫ് നീട്ടാനും കൂടി ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും കൂടുതലായി എടുത്തു കാണിക്കുക. അതിന്റെ ശേഷം വെറും ഫത്ഹ് മാത്രമാകുമ്പോൾ, അഥവാ ഖാല എന്ന് പറയുന്ന അവസ്ഥ, അതുപോലെ തന്നെ ഫത്ഹ് മാത്രമാകുമ്പോൾ ഖാല എന്ന ഉദാഹരണം പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരവസ്ഥ. അതുപോലെ തന്നെ അതിന്റെ ശേഷം ബൊമ്മാവുമ്പോൾ, അഥവാ യഖൂലു എന്ന് പറയുമ്പോൾ ഉള്ള അവസ്ഥ. പിന്നെ ഉള്ളത് സുക്കൂനാണ്, എന്നൊക്കെ പറഞ്ഞ അവസ്ഥ. പിന്നുള്ളത് കസ്റാണ് എന്നും പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ തഫ്സീമിന്റെ ശബ്ദം കാണിക്കുക, ഉച്ചരിക്കുമ്പോൾ ഉണ്ടാവുക ഫത്ഹിനോടുകൂടി അതിന് നീട്ടാണ്ട് കൂടി ഉണ്ടാവുമ്പോൾ, അതിന്റെ ശേഷം ഫത്ഹ് ആവുമ്പോൾ, അതിന്റെ ശേഷമാണ് ബൊമ്മാവുമ്പോൾ, അതിന്റെ ശേഷമാണ് സുക്കൂനാവുമ്പോൾ, അതിന്റെ ശേഷമാണ് കസ്റാവുമ്പോൾ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ കസ്റാവുമ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്, അതിൽ നമ്മൾ ഓവർ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അഥവാ നമ്മുടെ മുഖം ഒരു ഗൗരവ മോഡലാക്കിക്കൊണ്ടിട്ടുള്ള ഒരു കസ്റിന്റെ ഉച്ചാരണമാകുമ്പോൾ അതിന്റെ വേണ്ട മാത്രം രീതിയിലാവും.
അത് നമ്മൾ ശരി പരത്തി പിടിച്ച കീല ആവുമ്പോ അത് അതിൻ്റെതായ ശരിക്കാവൂല. അതേ സമയത്ത് നമ്മൾ മുഖം കെസറ് കൊടുത്തിട്ട് ഉച്ചരിക്കുകയാണെങ്കിലും തന്നെ മുഖം ആ പുഞ്ചിരിക്കുന്ന ഭാവമില്ലാത്ത ഒരു ഭാവം ഉണ്ടല്ലോ, ആ ഭാവത്തിന് എങ്ങനെ എത്ര കണ്ട് കിട്ടുന്ന ആ ഒരു അവസ്ഥ മതി. കൊയ്യില മുഖം ചിരിക്കാതെ ഗൗരവം മോഡലിൽ മുഖം പിടിച്ചിട്ട് എങ്ങനെ ഇപ്പൊ പറയാം, കൊയ്യില ചിരിച്ചും കൊണ്ട് വരുമ്പോ കൊയ്യില എന്നാവും. അതല്ല കൊയ്യില എന്ന് വെച്ചിട്ട് ഓവറായിട്ട് കൊയ്യില അങ്ങനെ പറയാനും പറ്റൂല. മനസ്സിലായില്ല? എന്നാൽ അതേ സമയത്ത് ഈ പറഞ്ഞ സ്വാദ് അതൊക്കെ ആവുമ്പോ ഇതിനേക്കാൾ ഒന്നും കൂടി എടുത്ത് കാണിക്കും. കാരണം അതിന് തുപാത്ത എന്ന ഒരവസ്ഥയും കൂടി ഉള്ളത് കൊണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു ഗൗരവം കുറച്ചും കൂടെ ശബ്ദത്തിന് ഒരു ഉഷാറ് കൂടുതലുണ്ടാവും. ഉഷാറ് കൂടുതലുണ്ടാവും പറഞ്ഞാൽ അങ്ങനെ ഉഷാറ് കൂടുതൽ ഉണ്ടാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. എന്നൊക്കെ പറയുകയാണെങ്കിൽ അതേപോലെ അങ്ങനെ. അഥവാ ഭയങ്കരമായിട്ട് മറ്റുള്ള മാര് പോ എന്ന് പറയുന്ന അതേപോലെ അങ്ങനെ പറയാതെ പിന്നെ മുഖം ഗൗരവ മോഡലാക്കി കൊണ്ട് കെസറ് കൊടുത്തിട്ടുണ്ടാവുന്ന ഒരവസ്ഥ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ചിലപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ പിന്നെ അങ്ങനെ അപ്പൊ ഈ വിഷയം ഏകദേശം അങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ ഇത്ബാഖ്, അതിന്റെ ഇത്ബാഖ് നമ്മൾ പറഞ്ഞു 4 അക്ഷരത്തിന് ഇത്ബാഖ് എന്ന് പറഞ്ഞ സിഫത്തുണ്ട്. അതിന്റെ നേരെ വിപരീതം ഇൻഫിതാഹ് എന്ന അവസ്ഥ. ഈ 4 അക്ഷരം അല്ലാത്ത അതൊന്നത്തെ കാര്യമായിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ബാഖ് നമ്മളൊന്ന് മനസ്സിലാക്കിയേക്കണം. ഈ 4 അക്ഷരത്തിന് ഇത്ബാഖ് നല്ലൊരു തസ്ലീം അതിനേക്കാൾ ഒരു ഉഷാറ് കൂടിയിട്ടുള്ള ഉച്ചരിക്കുക എന്നുള്ള ഒരു അവസ്ഥ. ഏതായാലും ഇസ്തിഅല എന്ന സിഫത്തിന്റെ നേരെ എതിരാണ് ഇസ്തിഫാൽ. അതിന്റെ അക്ഷരങ്ങളാണ് എന്ന അക്ഷരങ്ങള്. അതിൽപ്പെട്ട 4 അക്ഷരത്തിന് ഇത്ബാഖ് എന്ന സിഫത്ത് കൂടിയുണ്ട്. അഥവാ തസ്ലീം എല്ലാ ഇസ്തിഅലന്റെ ഹർഫുകളില് പിന്നെ പെട്ട ആ എല്ലാ അക്ഷരങ്ങൾക്കും തസ്ലീമുണ്ട്. പക്ഷെ അതിൽ ഇത്ബാഖ് എന്ന സിഫത്ത് എല്ലാത്തിനും ഇല്ല, 4 അക്ഷരത്തിനുള്ളൂ. അങ്ങനെ പിന്നെ ആ ഇത്ബാഖിന്റെ എതിരാണ് ഇൻഫിതാഹ് എന്ന സിഫത്ത്. ഇതൊക്കെ വെറുതെ അങ്ങനെ മനസ്സിലാക്കി വെക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇത്ബാഖാക്കിയിട്ടുണ്ട് ഈ അക്ഷരത്തിന് ഇത്ബാഖാക്കിയാൽ അതല്ലാത്ത അവസ്ഥ തന്നെയാണ് ഇൻഫിതാഹിന്. അത് മനസ്സിലാക്കി അങ്ങനെയൊക്കെ മതി. അപ്പൊ അങ്ങനെ ഇനി എന്താ ഇതില് വിഷയം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഇനി ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കാം. എന്ന അക്ഷരങ്ങൾ, ഈ പറഞ്ഞ അക്ഷരങ്ങൾക്ക് എന്തുണ്ട് എന്ന് പറഞ്ഞു, ഇസ്തിഅലയുടെ ഹർഫാണ്. അപ്പൊ തസ്ലീം ആക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ചിലതിന് 4 അക്ഷരം ഇത്ബാഖ് എന്ന സിഫത്ത് കൂടിയുണ്ട്. അപ്പൊ അത് ഉച്ചരിക്കുമ്പോൾ തസ്ലീമാക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആക്കിയിട്ടാണ് അതിന്റെ ശബ്ദം വരേണ്ടത് എന്നൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു. ഇനി അറബി അക്ഷരങ്ങളിൽ ചില അക്ഷരങ്ങൾക്ക് ചിലപ്പോൾ തസ്ലീമാക്കണം, ചിലപ്പോൾ തസ്ലീമാക്കേണ്ട, ഇങ്ങനെ അവസ്ഥ വരുന്ന ചില അക്ഷരങ്ങളുണ്ട്. ഒന്ന് അലിഫാണ്. അലിഫ് എന്ന് പറഞ്ഞാല് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം, ഹംസ അല്ല. അലിഫും ഹംസയും തമ്മിലുള്ള വ്യത്യാസം, ഹംസക്ക് ഫത്ഹിടുമ്പോഴാണ് ആ എന്ന് വായിക്കുക, അലിഫിന് ഫത്ഹിടുവോ ഇല്ല. അലിഫ് എപ്പോഴും സുക്കൂനായിരിക്കും. അഥവാ ഫത്ഹ് ഉള്ള അക്ഷരത്തെ നീട്ടാൻ വേണ്ടിയിട്ടാണ് അലിഫ് ഉപയോഗിക്കല്. അപ്പൊ നീട്ടുന്ന അക്ഷരത്തിന് എന്തേ ഉണ്ടാവുള്ളൂ, ഹർക്കത്ത് ഉണ്ടാവില്ല, സുക്കൂന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഖോല എന്ന് പറയുമ്പോ എന്ന് പറയുമ്പോ അലിഫിന് എന്താണ് അവിടെ സുക്കൂനാണ് ഉണ്ടാവുക. അങ്ങനെയാണ് പറയുന്നത്. അപ്പോ നമ്മളിപ്പോ പറഞ്ഞു ഇസ്തിഅലയുടെ ഹർഫുകൾ അതിന് തസ്ലീമാക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ അക്ഷരങ്ങൾ ഇന്നത് എന്നാക്കെയാണ് നമുക്കറിയാം. അതല്ലാത്ത ബാക്കി അക്ഷരങ്ങളൊക്കെ ഇസ്തിഫാൽ ആണ് എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഇസ്തിഫാൽ എന്ന ഈ ബാക്കിയുള്ള അക്ഷരങ്ങളിൽ 3 അക്ഷരത്തിന് എന്തുണ്ട്, ചിലപ്പോൾ തസ്ലീമാക്കും, ചില സമയത്ത് തർക്കീഖാക്കും. ഇങ്ങനത്തെ അക്ഷരം അതേതാണ്? ഒന്ന് അലിഫ്, മറ്റൊന്ന് ലാമ്, മറ്റൊന്ന് റോ. അലിഫ്, ലാം, റോ. ഇത് എപ്പോഴാണ് ഈ അലിഫിനെ എപ്പോഴാണ് തസ്ലീമാക്കുക, എപ്പോഴാണ് തർക്കീഖാക്കുക
കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, മനസ്സിലാകുന്നുണ്ടല്ലോ. അലിഫിന് തഫ്ഖീമും തർഖീഖും ആക്കണ അവസ്ഥ. അലിഫ് എന്ന് പറഞ്ഞാല് ഹംസ അല്ല, ആ എന്ന ഈ ഉ എന്ന് പറയുന്ന അക്ഷരമല്ല. ഫത്ഹിട്ടാൽ ആ എന്ന് പറയാ, കസ്റിട്ടാൽ ഈ എന്ന് പറയാ, ബമ്മിട്ടാൽ ഉ എന്ന് പറയാ, അതല്ല. അതിന് ഹംസ എന്നാണ് പറയേണ്ടത്. ഇത് നീട്ടാൻ ഉപയോഗിക്കുന്നത്, അതിനാണ് അലിഫ് അലിഫ് എന്ന് പറയാം. ഏതൊരു അക്ഷരം ഫത്ഹായിട്ട് വരുമ്പോൾ അതിനെ നീട്ടാനാണ് എന്തുപയോഗിക്കുക, അലിഫ് ഉപയോഗിക്കുക. അതിന്റെ ജോലി അത് മാത്രമേ ഉള്ളൂ, നീട്ടല്. ഈ അലിഫ് അത് ചിലപ്പോൾ തഫ്സീമാക്കാം, ചിലപ്പോൾ തർക്കീഖാക്കാം. ഇനി എപ്പോഴാണ് തഫ്സീമാക്കിന്റെ ശബ്ദം വരിക? എന്താണ് തഫ്സീമാക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് തഫ്സീമാക്കുക എന്ന് പറഞ്ഞാല് ആ ശബ്ദത്തിന് ഒരു ഉയർന്ന ശബ്ദം വരിക, നേരെ വായിൽ നിന്ന് പുറത്തു വരാതെ ഉള്ളിൽ ഇങ്ങനെ മുഴങ്ങിട്ട് ഇങ്ങനെയുള്ള ഒരു ശബ്ദം. എപ്പോഴാണ് ഈ അലിഫിനെ തഫ്സീമാക്കുക? നമ്മൾ പറഞ്ഞ ഈ ഇസ്തിഅലാഇന്റെ ഹർഫുകൾ ഉണ്ടല്ലോ, ആ ഹർഫുകൾക്ക് ഫത്ഹ കൊടുത്തിട്ട് അതിനെ നീട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ അലിഫിന്, അഥവാ ഇസ്തിഅലാഇന്റെ ഹർഫുകൾ അഥവാ എന്ന ഈ അക്ഷരങ്ങൾക്ക് ഫത്ഹ കൊടുത്തു, എന്നിട്ട് അതിനെ നീട്ടാനും വേണ്ടിയിട്ട് അലിഫിനും കൊടുത്തു. അപ്പോ എങ്ങനെ നമ്മൾ പറയേണ്ടത്? ഖാലിദ്, ഖാലിദ്, അല്ലെങ്കിൽ ഖാല, അല്ലെങ്കിൽ സാദിഖ്, അല്ലെങ്കിൽ ദാ എന്ന് പറയാ, അല്ലെങ്കിൽ ഖാ എന്ന് പറയാം. ഈ സമയത്ത് ഇങ്ങനെ ഫത്ഹ കൊടുത്തിട്ട് ഇപ്പറഞ്ഞ അക്ഷരങ്ങളെ നീട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ അലിഫുണ്ടല്ലോ, അപ്പോഴത്തെ ആ അലിഫിനും തഫ്സീം കൊടുക്കണം. അപ്പോഴാണ് അലിഫിനെ തഫ്സീമാക്കുക എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോ അലിഫിനെ തഫ്സീമാക്കുന്ന സമയം എപ്പോഴാണ്? അലിഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ആ ഈ എന്ന് പറയുന്നതാണ് ചിന്തിക്കരുത്. അലിഫിന് പറഞ്ഞാല് മറ്റെന്നുള്ളതിനെ നീട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുക, അതിനാണ് അലിഫ് എന്ന് പറയാ. ആ ഈ എന്ന് പറഞ്ഞത് ഹംസനെയാണ് അതിന് പറയാം. ഹംസ എന്ന അക്ഷരത്തിന്, അതാണ് ആ അക്ഷരത്തിന് ഫത്ഹിട്ടാലാണ് ആ എന്ന് പറയാം. അലിഫിന് ഫത്ഹ് വരൂല, അത് നീട്ടാനുള്ളതാണ്. അതിന് ഹർക്കത്ത് ഉണ്ടാവൂല, അതിന് സുക്കൂന് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ എന്ന അക്ഷരങ്ങൾക്ക് ഫത്ഹ കൊടുത്തിട്ട് അതിനെ ഓരോന്നിനെ നീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അലിഫ് കൊടുക്കുന്നത്. ഈ അലിഫ് കൊടുത്തിട്ട് അതിന് അലിഫ് കൊടുക്കുമ്പോ അപ്പോഴാണ് എന്ത് വരിക? ഈ അലിഫിനെ തഫ്സീമാക്കേണ്ട അവസരം. അപ്പോഴാണ് അലിഫിനെ തഫ്സീമാക്കുക എന്ന്. അപ്പോ എപ്പോഴാണ് അലിഫിനെ തഫ്സീമാക്കുക എന്ന് ചോദിച്ചാൽ എന്താ പറയാ? കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോ എപ്പോഴാണ് അലിഫിനെ തഫ്സീമാക്കുക എന്ന് പറഞ്ഞാല് ഇസ്തിഅലാഇന്റെ ഹർഫുകൾ അതിനെ നീട്ടാൻ വേണ്ടിയിട്ട്, അഥവാ ഫത്ഹാന സമയത്തല്ല അലിഫിനെ നീട്ടാൻ കൊടുക്കുക. അങ്ങനെ ഫത്ഹാന സമയത്ത് അതിനെ നീട്ടാൻ വേണ്ടിയിട്ട് ഈ അലിഫിനെ ഉപയോഗിക്കുമ്പോഴാണ് ആ അലിഫിനും തഫ്സീമിന്റെ ശബ്ദം വരേണ്ടത്. അപ്പോഴാണ് അലിഫിനെ തഫ്സീമാക്കുക. ഒന്നുകൂടി പറഞ്ഞാല് നമ്മളിങ്ങനെ ചിന്തിക്കും, അതിനെ തഫ്സീമാക്കണം, അത് ഇസ്തിഅലാഇന്റെ ഹർഫിൽപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ ശേഷമുള്ള ആ അലിഫ് ഇതിന് തഫ്സീമാക്കണ്ട, അലിഫല്ല അതിന് തഫ്സീമാക്കണോ ആക്കണ്ടേ എന്ന് സംശയം വരണ്ട. അങ്ങനെ സംശയം തോന്നിയാൽ അപ്പോൾ അതിന്റെ മറുപടിയാണ് ഇസ്തിഅലാഇന്റെ ഹർഫുകൾ അതിനെ നീട്ടാൻ വേണ്ടിയിട്ട് അലിഫ് കൊടുത്താൽ ആ അലിഫിനെ തഫ്സീമാക്കണം. ഉദാഹരണം ഖാലിദ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ആ നീട്ടണ ശബ്ദത്തിന് ഒരു ഉയർന്ന ശബ്ദമില്ല, അല്ലാതെ എന്നാ പറയത്, പറയണ്ട. നീട്ടുന്ന ശബ്ദവും അഥവാ എന്ന് നീട്ടുന്ന ആ ശബ്ദവും എന്താണ്? അതിനും തഫ്സീമിന്റെ ഉയർന്ന ശബ്ദം വരണം, അഥവാ മുഖം ഒരു ഗൗരവ മോഡലാക്കിയിട്ടുണ്ടാകുന്ന ആ ശബ്ദം വരണം. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അത് തിരിഞ്ഞില്ല, മനസ്സിലായില്ല, അത് മനസ്സിലായില്ല. അഥവാ ഈ അലിഫിന്റെ കാര്യം പറഞ്ഞത് മനസ്സിലായി. അലിഫ് ഇസ്തിഅലാഇന്റെ ഹർഫുകൾ അതിന് ഫത്ഹാന സമയത്ത് അതിനെ നീട്ടാനാണ് അലിഫ് ഉപയോഗിക്കുക. ഇസ്തിഅലാഇന്റെ ഹർഫുകൾക്ക് ഫത്ഹ കൊടുത്ത് അതിനെ നീട്ടാൻ വേണ്ടി അലിഫ് കൊടുത്താൽ ആ അലിഫിനെയും തഫ്സീമാക്കണം. ഇസ്തിഅലാഇന്റെ ഹർഫുകളെ തഫ്സീമാക്കുന്നതോടുകൂടെ അതിന്റെ ആ ശബ്ദത്തോടുകൂടെ ഈ അലിഫിന്റെ നീട്ടുന്ന ആ ശബ്ദത്തിന്, ആ അക്ഷരത്തിനെ നീട്ടുന്ന ആ ശബ്ദം ഉണ്ടാവുമല്ലോ, നീട്ടിക്കൊണ്ടിരിക്കുന്ന ആ ശബ്ദത്തിനും ഈ തഫ്സീമിന്റെ അഥവാ ആ ഉയർന്ന ശബ്ദം വരണം. പിന്നെ എന്നൊക്കെ പറഞ്ഞ
തിരിഞ്ഞില്ല, അത് തിരിഞ്ഞിട്ടുണ്ടാവും, അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നുള്ളത് അലിഫ് ലാം റോ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ലാമിന് എപ്പോഴാണ് തസ്ലീമാക്കുക? ലാമിനെപ്പോഴാണ് തസ്ലീമാക്കുക? ലാമിനെ തസ്ലീമാക്കല് എപ്പോഴാന്ന് വെച്ചാല് അല്ലാഹ് എന്ന ആ ജലാലത്തിന്റെ ഇസ്മ, അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ, അത് നമുക്കറിയാം. അല്ലാഹ് എന്നുള്ളത് ശരിക്ക് അൽ ഇലാഹ് എന്നുള്ളതിന് അല്ല എന്നൊക്കെ അവസ്ഥ എത്തി. എന്നിട്ട് അതിനെ തസ്ലീമാക്കിയിട്ട് അല്ലാഹ് എന്ന് പറയാം. വെറും അല്ല എന്ന് നമ്മൾ പറഞ്ഞ അവസ്ഥ എന്നുണ്ടല്ലോ, അതിനെ തസ്ലീമാക്കുമ്പോ അല്ലാഹ് എന്നതാവും. അല്ലാഹ് അല്ലാഹ് അഥവാ അല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോ എവിടെയാണ് അതിന്റെ മഖ്റജ്? ലാം അല്ല എന്നിങ്ങനെ പറഞ്ഞത് അല്ല. അല്ല എന്ന് പറയുമ്പോ നാവിന്റെ തല എവിടെ തട്ടുന്നത്? മേലെ ആ ഇങ്ങനെ ചുളിവുള്ള സ്ഥലത്തിലെ നാവിന്റെ നടു മേലെ അണ്ണാക്കും കഴിഞ്ഞു. നാവിന്റെ നടുവിൽ മേലെ അണ്ണാക്കാതെ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നിലേക്ക് പോരുമ്പോ എന്താണ് ശരി അങ്ങനെ ചുളിവായിട്ട് ഇങ്ങനെ നാവ് കൊണ്ട് ഇങ്ങനെ തെറ്റിക്കുമ്പോ, അഥവാ മേലെ മുൻപല്ലിന്റെ ഉള്ളത്തെ ഊണിന്റെ അപ്പുറം പിന്നെ മേലെ അണ്ണാക്കിന്റെ നേരെ സെന്ററിന്റെ ഇപ്പുറം, അതിന്റെ രണ്ടിന്റെ കൂടി ഇടാം. നാവ് കൊണ്ട് ഇങ്ങനെ ടച്ചാകുമ്പോ ഇങ്ങനെ ചുളിവായിട്ട് കാണുന്ന ആ സ്ഥലം, അവിടെയാണ് ലാമ്. റോ, ആദ്യം ഉള്ളില് ലാമ്, പിന്നെ നൂന്, പിന്നെ പുറത്തേക്ക് റോ, അങ്ങനെയാണ്. ലാ റോ, ചെറിയ 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 വ്യത്യാസം. ഒരേ മഖ്റജ് എന്നൊക്കെ പറയണ്ടെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ട് എന്നല്ലോ. അത് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയാൻ മാത്രം ഒരു വ്യത്യാസം ഇല്ലാത്തതിന്റെ പേരിൽ അത് മൂന്നും ഒരു മഖ്റജാക്കി കണക്കൂട്ടിയതൊക്കെയാണല്ലോ. അപ്പൊ അല്ല, അപ്പൊ നമ്മൾ ശരിക്കും ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ പറയുക, ചില ആളുകളൊക്കെ അള്ളാഹ് എന്ന് പറയുമ്പോ നാവിന്റെ തലയൊക്കെ പുറത്ത് ഇട്ടിട്ട് അള്ളാഹ്, അല്ലെങ്കിൽ നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ ഉള്ളില് പരന്ന സ്ഥലത്ത് തെറ്റിയിട്ട് കുറച്ചൊക്കെ മുന്നിക്കൊണ്ട് വന്നിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴൊക്കെ എന്താണ്, ശബ്ദം കേൾക്കാൻ പറ്റുമെങ്കിലും ശരിക്കുള്ള ആ ക്ലിയർ അള്ളാഹ് എന്ന വാക്ക് ആവൂല എന്ന് മാത്രം. അപ്പൊ അത് ശരിക്ക് അല്ല അല്ല എന്ന് മേലെ, അഥവാ ഈ ഏതായാലും നിങ്ങൾ എന്ത് ശ്രദ്ധിച്ചാൽ മതി, ഈ വാക്ക് പറയുമ്പോ മേലെ മുൻപല്ലിന്റെ ഊനുണ്ടല്ലോ, ഉള്ളത്തെ ഊനില്ലേ, ആ പല്ലിനോട് തെറ്റിയിട്ട് ഇങ്ങനെ ഉള്ള ആ മാംസം, ആ ഉൾഭാഗത്തുള്ള പല്ലും ഇങ്ങനെ ടച്ചായിട്ടുള്ള ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, നമ്മള് അത് ഉച്ചരിക്കുന്നത്. അപ്പൊ ആ ഉച്ചരിക്കുമ്പോ തെറ്റുന്ന ഭാഗമുണ്ട്, അവിടെ തെറ്റരുത്. ആ ഊനെന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാവർക്കും തിരിയും. ആ ഊനുമൽ ഒരിക്കലും അതിന്റെ വെച്ചിട്ട് ഒരിക്കലും ലാം ഉച്ചരിക്കുമ്പോ നമ്മുടെ നാവ് എത്താൻ പാടില്ല. അതിന്റെ കുറച്ച് ഉള്ളിക്കാക്കി തന്നെ ഉച്ചരിക്കണം. അപ്പൊ ഏകദേശമൊക്കെ ശരി. അല്ല അപ്പൊ കറക്റ്റ് സ്ഥലം നമുക്ക് കണ്ടുപിടിച്ചിട്ടൊക്കെ ഇവിടേക്ക് തെറ്റരുത്, ഊനിന്റെ അവിടേക്ക് തെറ്റരുത്. അങ്ങനെ അപ്പൊ അല്ല അല്ല ക്ലിയർ. അല്ല, ഈ അല്ല എന്ന വാക്കിനെ നമ്മൾ തസ്ലീമാക്കും. അപ്പൊ അല്ലാഹ് എന്നാവും. അതേ സ്ഥലത്ത് തന്നെ നാവ് തെറ്റിട്ട് അല്ലാഹ് അല്ല അല്ലാഹ് അല്ല അല്ലാഹ് അല്ലേ അല്ലാഹ്. അങ്ങനെ അല്ല ഒരിക്കലും അല്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ നാവ് പുറത്ത് കിട്ടുക അല്ലെങ്കിൽ പല്ലുമൽക്ക് എത്തുക, അങ്ങനത്തെ അവസ്ഥയിലാവരുത്. അപ്പോ ലാമിനെ തസ്ലീമാക്കുന്ന അവസ്ഥപ്പോഴാണ് ഈ അല്ലാഹ് എന്ന് പറയുന്ന അവസ്ഥയിൽ മാത്രമാണ്. അപ്പോഴാണ് ലാമിനെ തസ്ലീമാക്കൽ. മനസ്സിലായില്ലേ? അല്ലാഹ് എന്ന് പറയുമ്പോ ലാമിനെ തസ്ലീമാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അല്ലാതെ ഈ പാകിസ്ഥാനികൾ അല്ലാതെ മറ്റൊരു അഭിപ്രായം ഇല്ല എന്നാണ്. മറ്റൊരു അഭിപ്രായം ഇല്ല എന്നാണ്. അല്ലാ നഅ്ബുദു ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് രണ്ട് അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മാത്രം നമ്മൾ തസ്ലീമാക്കുന്ന, മറ്റൊന്നും തസ്ലീമാക്കണില്ലല്ലോ തന്നെ. പക്ഷെ ഈ പാകിസ്ഥാനുകളൊക്കെ ഇല്ലല്ല എന്നൊക്കെ പറയലൊക്കെ അത് എനിക്ക് തോന്നുന്നത് അത് ഉറുദു ഭാഷയെന്ന് പോലെ പഠിച്ച അറബിമൊക്കെ ആയതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ബോധം ഉച്ചരിക്കുമ്പോൾ അല്ലാ എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ എന്താണ് ചിലപ്പം ഈ മലയാളത്തില് തവള എന്നൊക്കെ ഉള്ള ഭാഷ അതുണ്ടായതുകൊണ്ടായിരിക്കും. അതേപോലെ ഇവർക്കുള്ള ഒരു പ്രശ്നമാണ് ഇപ്പൊ എന്ത് ലാം ഉച്ചരിക്കുമ്പോ ഇല്ലല്ല എന്നാണ്, ബാങ്ക് കൊടുക്കുമ്പോഴോ കൂടി അങ്ങനെ ഒലിച്ചരിക്കും. കാരണം പിന്നെ എനിക്ക് തോന്നുന്നു ഉറുദുവില് അങ്ങനെ ആയിട്ടായിരിക്കും. ഏതായാലും പോട്ടെ, ഏതായാലും ലാമിനെ തസ്ലീമാക്കുന്ന അവസ്ഥ അല്ലാഹ് എന്ന് പറയുമ്പോൾ മാത്രമാണ്.
അപ്പൊ അലിഫിനെ തഫ്സീമാക്കുക എപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഓർമ്മ വന്നില്ല. അലിഫിനെ തഫ്സീമാക്കൽ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും, മറക്കരുത്. ഇസ്തിഅലാഇന്റെ ഹർഫുകളെ അതിന് നീട്ടാൻ വേണ്ടി അലിഫ് കൊടുക്കുമ്പോഴാണ് പിന്നെ തഫ്സീമിന്റെ ശബ്ദം വരേണ്ടത്. അതുപോലെ തന്നെ ലാമിനെ തഫ്സീമിന്റെ ശബ്ദം ഉണ്ടാക്കേണ്ടത്, ഉയർന്ന ശബ്ദമാക്കേണ്ടത് അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മിനെ ഉച്ചരിക്കുന്ന സമയത്താണ് വേണ്ടത്. പിന്നെ ഈ അതിൽപ്പെട്ടതാണ് റാ. ഈ റാ ചിലപ്പോൾ തഫ്സീമാക്കും, ചിലപ്പോൾ തഫ്സീഖാക്കിയിട്ടാണ് ഉച്ചരിക്കുക. റാഇനെ മനസ്സിലായില്ലേ? അതിനെ ചിലപ്പോ തഫ്സീമാക്കും, ചിലപ്പോ ഇപ്പൊ ഈ 3 അലിഫ് ലാം റാ അതൊക്കെ നേരത്തെ പറഞ്ഞ അലിഫിന്റെ കഥ ഒന്നും കൂടി പറയാനുണ്ട്. എന്ത് അഥവാ ഇസ്തിഅലാഇന്റെ ഹർഫല്ലാത്ത അക്ഷരങ്ങളെ പിന്നെ നീട്ടാൻ വേണ്ടി ഉച്ചരിക്കുമ്പോ, അതുപോലെ തന്നെ റാഇനെ നീട്ടാൻ വേണ്ടി ഉച്ചരിക്കുമ്പോ അത് എന്താണ് തഫ്സീം ആണെങ്കിൽ അഥവാ ഇസ്തിഅലാഇന്റെ ഹർഫുകളെ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുമ്പോ അലിഫിനെ ഉപയോഗിക്കുമ്പോൾ തഫ്സീമാക്കണം. അതുപോലെ തന്നെ റാഇനെ പിന്നെ അതിന് തഫ്സീമാക്കി ഉച്ചരിക്കേണ്ട സമയങ്ങളിലൊക്കെ നീട്ടാൻ വേണ്ടി ഉച്ചരിക്കുമ്പോൾ പിന്നെ അതിനെ തഫ്സീമാക്കി തന്നെ അപ്പൊ ഈ അലിഫിനും തഫ്സീമാക്കണം. അപ്പൊ അങ്ങനെ കഴിഞ്ഞു. പിന്നെ റാഇന്റെ കഥ പറയുകയാണെങ്കിൽ റാഇന് തഫ്സീമും തർക്കീഖും ആക്കേണ്ട അവസ്ഥയുള്ള സമയങ്ങളുണ്ട്. അഥവാ തർക്കീഖാക്കിക്കൊണ്ടും തഫ്സീമാക്കിക്കൊണ്ടും റാഇനെ ഉച്ചരിക്കും. ഇന്ന സമയങ്ങളിലൊക്കെ തഫ്സീമാക്കണം, ഇന്ന സമയത്ത് തർക്കീഖാക്കണം. അഥവാ 8 അവസ്ഥയിൽ റാ വരുമ്പോ അതിനെ തഫ്സീമാക്കണം, 4 അവസ്ഥയിൽ പിന്നെ തർക്കീഖാക്കി ഉച്ചരിക്കണം, 2 അവസ്ഥയിൽ 4, 8 ഏറ്റവും 8 ആവുമ്പോ തഫ്സീമാക്കണം. പിന്നെ അതിന്റെ നേർപകുതി 4 അവസ്ഥയിൽ തർഫീഖാക്കാം. അതാ റീ എന്ന് പറയില്ല നമ്മൾ, ഫിർഔൻ അല്ലെങ്കിൽ റിജാൽ എന്നൊക്കെ പറയുന്ന അവസ്ഥ. മറ്റേത് റബ്ബ് എന്ന് പറയുന്ന അവസ്ഥ. തഫ്സീമാക്കുമ്പോ റബ്ബ്, റജുൽ, റസൂൽ എന്നൊക്കെ പറയുന്ന അവസ്ഥ. അതിന് തഫ്സീം. അത് 8 അവസ്ഥയിൽ തഫ്സീമാക്കും. പിന്നെ 4 അവസ്ഥയിൽ തർഫീഖാക്കും. 2 അവസ്ഥയിൽ രണ്ടും പറ്റുന്ന അവസ്ഥയുണ്ട്. അഥവാ തഫ്സീമാക്കിയിട്ട് ഉച്ചരിക്കാം, തർക്കീഖാക്കിയിട്ടും ഉച്ചരിക്കാം. അപ്പൊ 8 പകുതി 4 പകുതി 2. 8 തഫ്സീം, 4 തർക്കീഖ്, 2 രണ്ടിനും പറ്റുന്ന അവസ്ഥ. ഇൻഷാ അല്ലാഹ് അത് നാളെ നമുക്ക് പറയാം. അതാണ് ഇപ്പൊ പറയാത്തത്. ഇപ്പൊ പറയണ്ട, നാളെ ഓരോന്ന് എപ്പോഴാണെന്നുള്ളത് പറയാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കണം. അതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയത് മാത്രമല്ല, ഇന്ന സംഭവം ഉണ്ടെന്ന് ഞാൻ പറയില്ല. അതിന്റെ തിയറി അല്ല നമുക്ക് പ്രധാനം, പ്രാക്ടിക്കലാണ് പ്രധാനം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതിനനുസരിച്ചൊക്കെ ഉച്ചരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തജ്വീദിന്റെ നിയമങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണോ അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് തന്നെ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാണ്. ഇനി ഓരോരുത്തരും ഓരാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ, അതിന്റെ പുറമെ ആയത്തുൽ കുർസി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم
غير المغضوب عليهم ولا الضالين آمين. അപ്പോൾ ഇൻഷാല്ലാ ഓരോരുത്തരും കേൾക്കട്ടെ. സൂറത്തുൽ ഫാത്തിഹ, അതിന് പുറമെ ആയത്തുൽ കുർസിയാണ് നമ്മൾ തുടങ്ങിയത്. അത് ഉഷാറാക്കി ഓതേണ്ടതാണ്.